ഹലോ, അപ്പോൾ ഞാൻ വളച്ചിട്ടില്ലാത്ത കാര്യം പറയാം. ഇതാണ് സിമ്പിളിൻ്റെ ഫേസ് വാഷ് അല്ലേ, എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ ഭയങ്കര പാരബൻ ഫ്രീ ആണ്, ഭയങ്കര വീഗനാണ്, സൾഫേറ്റ് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പല ഫേസ് വാഷും ഒന്നും കണ്ടിട്ട് നിങ്ങൾ മണ്ടി പോയാണ് വാങ്ങണ്ട. ഞാൻ യൂസ് ചെയ്തിരുന്നത് എത്തിഗ്ലോയുടെ ഫേസ് വാഷ്. അത് യൂസ് ചെയ്തിട്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇതൊന്ന് വാങ്ങി നോക്കി. ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് മണോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ലതാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാന്ന്. ഇത് യൂസ് ചെയ്ത് ഒരു 2 തവണ യൂസ് ചെയ്തപ്പോൾ എൻ്റെ മുഖത്ത് ചൊറിച്ചിലായി. ഇത് യൂസ് ചെയ്തിട്ടാണ് എന്താ നമുക്കപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര ചൊറിച്ചില് മുഖത്ത് ഫുള്ള്. അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. നിറച്ച് തണർത്ത് എൻ്റെ മുഖം എന്താ പറയാ ഫുള്ള് ഇങ്ങോട്ട് എനിക്ക് ചൊറിഞ്ഞ ഭാഗത്ത് ഈ ഫേസ് വാഷിനൊക്കെ എവിടെ തട്ടി അവിടെയൊക്കെ ചൊറിഞ്ഞ് ലാസ്റ്റ് ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏതെങ്കിലും സംഭവം മാറ്റി യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മാറ്റി യൂസ് ചെയ്ത് സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷ് മാറ്റി യൂസ് ചെയ്തിരുന്നെന്ന് പറഞ്ഞു. എത്ര ദിവസമായി 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു എന്തിനാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയെടുത്ത് തേക്കുന്നത്. ഫസ്റ്റ് യൂസ് ചെയ്തതിന് ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ അതന്നെ യൂസ് ചെയ്താൽ മതിയായിരുന്നില്ലേ, മാറ്റി യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഇതുകൊണ്ടാണ് ഇങ്ങനെ മുഖത്ത് ചൊറിച്ചിൽ വരാൻ കാരണം. ഡോക്ടർ 3 ദിവസത്തിന് മരുന്ന് തന്നു. അലർജി ഒക്കെയാണ് ഇത് യൂസ് ചെയ്തിട്ട്. 3 ദിവസത്തിന് മരുന്ന് തന്നു, തേക്കാനൊരു ഓയിൽമെന്റ് തന്നു. അത് തേച്ചിട്ടാണ് മുഖത്ത് പോയത്. നല്ല പാടാളും കാര്യങ്ങളൊക്കെ വന്നു. ഭയങ്കരമായിട്ട് ചൊറിയുന്നേ എന്താ പറയാ വേസ്റ്റ് സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾ ഇത് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങണ്ട. കാരണം റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തോളിയും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, പുതിയതായിട്ട് വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങണ്ട. ചിലപ്പോൾ പണി കിട്ടും. ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവും. അപ്പൊ ശരി.